Now, ഇത് 2024, അതായത് ജസ്റ്റ് മുന്നത്തെ കൊല്ലം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സപ്ലിക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് മൊഡ്യൂൾ 2-ലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നല്ല എല്ലാവരും വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ നല്ലോണം ഒന്ന് വായിക്കുക. ഓക്കെ, നൗ ഇത് നമ്മൾ പെട്ടെന്ന് നോക്കി കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലം ആയിട്ട് തോന്നുമെങ്കിലും അത്ര ഒരു സ്ട്രേറ്റ് ഫോർവേഡ് അല്ല ഇത് ക്വസ്റ്റ്യൻ. പാർട്ട് എ ബി ഇത്തിരി ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ, സോ എൻ്റെ ആൻസറിലേക്ക് പോവാണ്. എല്ലാവരും വീഡിയോ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ നല്ലോണം ഒന്ന് വായിക്കുക കേട്ടോ. ഓക്കെ, സോ ഇവിടെ ഡയറക്റ്റ് തന്നിട്ടുള്ള വാല്യൂസ്, അതായത് ഫ്രീ സ്ട്രീം ടെമ്പറേച്ചർ 20°C ആണ് തന്നിട്ടുണ്ട്. സർഫസ്, അതായത് പ്ലേറ്റിൻ്റെ സർഫസിൻ്റെ മുകളിലുള്ള ടെമ്പറേച്ചർ 80°C ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ടി എഫ് കിട്ടി അല്ലേ? ടി എഫ് കിട്ടി. ടി എഫ് എത്രയാണ്? ജസ്റ്റ് ടി എസ് പ്ലസ് ടി ഇൻഫിനിറ്റി ഡിവൈഡ് ബൈ 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 50°C കിട്ടും. റൈറ്റ്, നൗ വെലോസിറ്റി തന്നിട്ടുണ്ട് 15 m/s ആണ്. പിന്നെ ലെങ്ത് ഓഫ് ദി പ്ലേറ്റും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. അതാണ് ക്യാപിറ്റൽ എല്ലും ക്യാപിറ്റൽ ബിയും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നൗ ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ നോർമൽ ചെയ്ത പോലെ തന്നെ ഡാറ്റാ ബുക്കിൽ പോവുക. ഡാറ്റാ ബുക്കിൽ, അതായത് 50°C ആണ് എന്ത് നമ്മുടെ ഫിലിം ടെമ്പറേച്ചർ. സോ 50°C കൈനമാറ്റിക് വിസ്കോസിറ്റി എടുക്കുക. എല്ലാവരും ഡാറ്റാ ബുക്കിൽ ഈ വാല്യൂസ് തന്നെയാണ് നോക്കുക. ഓക്കെ, ക്രോസ് ചെക്ക് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്ത് നോക്കണേ. പ്രാൻഡൽ നമ്പർ 698, പിന്നെ കണ്ടക്ടിവിറ്റി വാല്യൂസും എടുത്തു. ഓക്കെ, എല്ലാ വാല്യൂസും എടുത്തു. ഇനി പാർട്ട് എ നോക്കുക. ഓക്കെ, ഇനി ഡയറക്റ്റ് അങ്ങനെ ചെയ്യാൻ പോരുത്. പാർട്ട് എ എന്താ പറഞ്ഞിട്ടുള്ളത്? ആവറേജ് ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻ്റ്, അതായത് എച്ച് ബാർ അല്ലേ? പാർട്ട് എയിൽ അവർ ഉദ്ദേശിച്ച ആവറേജ് ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻ്റ് ബേസിക്കലി എന്താണ്? എച്ച് ബാർ. റൈറ്റ്, ഓവർ ദി റീജിയൻ ഓഫ് ലാമിനാർ ബൗണ്ടറി ലെയർ. ലാമിനാർ ആയിരിക്കുന്ന സമയത്ത് എച്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് ഈ പ്ലേറ്റിന് ലെന്ത് തന്നിട്ടുണ്ട് അല്ലേ? ലെന്ത് എത്രയാണ്? ലെന്ത് തന്നിട്ടുള്ളത് 2 മീറ്റർ ആണ്. ഓക്കെ, സോ എൻ്റയർ 2 മീറ്ററിൽ എന്ത് വരണം എന്നില്ല? ലാമിനാർ വരണം എന്നില്ല. ഓക്കെ, അതായത് ഒരു ബ്ലൂ ലൈൻ കണ്ടല്ലോ, അത് ലാമിനാർ ആയിട്ടുള്ള ബൗണ്ടറി ലെയർ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ടർബുലൻ്റ് ആയിട്ട് റെഡ് സിക്സാഗ് ആയിട്ടുള്ളത് ടർബുലൻ്റ് ആണ്. ഓക്കെ, ഇതെപ്പോഴാണ് ലാമിനാറിന്ന് ടർബുലൻറ്റിലേക്ക് പോകുന്നത്? റൈനോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ എന്തെത്തണം? 5 × 10⁵ വാല്യൂ എത്തണം. റൈറ്റ്, സോ എപ്പോഴാണ് 5 × 10⁵ വാല്യൂ എത്തണത്? അത് നമുക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഒരു എക്സ് വാല്യൂ ഉണ്ട്, അതായത് ലീഡിങ് എഡ്ജിൽ നിന്നും അല്ലേ? ലീഡിങ് എഡ്ജിൽ എന്ന് ഉദ്ദേശിച്ചത് ഇതാണ്. ഓക്കെ, ഈ ഒരു എഡ്ജാണ് ലീഡിങ് എഡ്ജ്. ലീഡിങ് എഡ്ജിൽ നിന്നും എക്സ് ഡിസ്റ്റൻസിൽ ലാമിനാർ ആയിട്ടുള്ള ഒരു റീജിയൻ ഉണ്ട്. അപ്പോൾ ഈ റീജിയനിലുള്ള, ഇത്രയും റീജിയനിലുള്ള എച്ച് ആണ് ചോദിച്ചത്, അല്ലാതെ ഫുൾ ലെന്തിൻ്റെ എച്ച് അല്ല ചോദിച്ചത്. ഫുൾ ലെന്ത് എന്ന് പറയുമ്പോൾ ലാമിനാറും ടർബുലൻറ്റും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ പാർട്ട് എയിൽ എന്ത് മാത്രമേ വേണ്ടതുള്ളൂ? ലാമിനാർ. അപ്പോൾ ഈ എക്സ് നമുക്ക് ബേസിക്കലി എന്ത് അറിയത്തില്ല. ഇപ്പോൾ മനസ്സിലായോ? ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എക്സിനെ പറ്റി അറിയത്തില്ല. ഓക്കെ, സോ എക്സ് ആദ്യം കണ്ടുപിടിക്കണം. അതായത് ഈ ലാമിനാർ റീജിയനിൽ എത്ര ഡിസ്റ്റൻസ് വരെയാണ് ലാമിനാർ റീജിയൻ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്താ അറിയണത്? ആ എക്സ് എന്നുള്ള ആ ലൊക്കേഷനിൽ അല്ലെങ്കിൽ ആ വാല്യൂവിൽ റൈനോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ 5 × 10⁵ ആണെന്ന് നമുക്കറിയാം. സോ നമ്മൾ അതെടുത്തു. ക്രിട്ടിക്കൽ റൈനോൾഡ്സ് നമ്പർ, അതായത് RECR. CR എന്ന് ഉദ്ദേശിച്ച് ക്രിട്ടിക്കലാണ്. അപ്പോൾ RECR 5 × 10⁵ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, സോ ഫോർ റീജിയൻ ഓഫ് ലാമിനാർ. നൗ റൈനോൾഡ്സ് നമ്പറിൻ്റെ ഇക്വേഷൻ എന്താ? ρVD/μ അല്ലെങ്കിൽ VL/μ. ഓക്കെ, അതായത് റൈനോൾഡ്സ് നമ്പറിൻ്റെ ഇക്വേഷൻ VL/μ ആണ്. ഇപ്പോൾ ഇവിടെ എൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമുക്ക് എക്സ് ആണ് ഇവിടുത്തെ എൽ അല്ലേ? അതായത് നമ്മൾ ക്രിട്ടിക്കൽ റൈനോൾഡ്സ് നമ്പറിൻ്റെ കാര്യം പറയുമ്പോൾ എക്സിലാണ് ആ ക്രിട്ടിക്കൽ റൈനോൾഡ്സ് നമ്പർ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലിന് പകരം നമ്മൾ എക്സ് യൂസ് ചെയ്തു. ഓക്കെ, വി തന്നെ, ന്യൂ ആണിത്. ഓക്കെ, കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ് ഡിനോമിനേറ്ററിൽ കിടക്കുന്നത്. ഓക്കെ, എല്ലാം ക്ലിയർ ആണല്ലോ? RECR 5 × 10⁵ ആണ്. വി ഓൾറെഡി തന്നിട്ടുണ്ട്, ന്യൂ നമുക്കറിയാം. ഓക്കെ, വിൻ്റെ വാല്യൂ നമുക്കറിയാം അല്ലേ? വിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, 15 ആണ്. ന്യൂവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ എക്സ് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ 0.598 കിട്ടും. ഓക്കെ, എല്ലാവരും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കണേ. അപ്പോൾ 0.598, അതായത് ടോട്ടൽ ലെന്തായ 2 മീറ്ററിൽ 0.598, അറൗണ്ട് 0.6 മീറ്റർ എത്തുമ്പോഴേക്കും ലാമിനാർ റീജിയൻ കഴിയും. അപ്പോൾ 0.6 മീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും ലെന്തിലുള്ള എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എച്ച് ബാർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ എക്സ് എന്ന് പറയുന്നത്, പാർട്ട് എയിലെ എക്സ് എന്ന് പറയുന്നത് എന്താണ്?
598 അല്ലെങ്കിൽ 0.6 ആണ്. ഓക്കെ, 0.598 അല്ലെങ്കിൽ 6 ഏത് വേണം എടുക്കാം. ഓക്കെ, സോ അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ പാർട്ട് ബി, ഇനി പാർട്ട് ബി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ട് ബിയും ജസ്റ്റ് ഇപ്പോഴും നോക്കാം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പാർട്ട് എ കഴിഞ്ഞിട്ട് നോക്കാം. എന്നാലും പാർട്ട് ബിയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഫ്രം ദി പ്ലേറ്റ് എന്നാ പറഞ്ഞിട്ടുള്ളത്. അവിടെ ലാമിനാർ ടർബുലന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പാർട്ട് ബിയിൽ നിങ്ങൾ എന്തെടുക്കണം, L2 മീറ്റർ ആയിട്ട് തന്നെ എടുക്കണം. അതായത് ടോട്ടൽ പ്ലേറ്റിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി പാർട്ട് എ കംപ്ലീറ്റ് ചെയ്യാം ആദ്യം, എന്നിട്ട് ബിയിലേക്ക് പോവാം. സോ എക്സ് കിട്ടിയല്ലോ നമുക്ക്. എക്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പിന്നെ നസൽ നമ്പർ, പിന്നെ നോർമൽ നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത് തന്നെ നസൽട്ട് നമ്പർ. ഇത് ലാമിനാർ റീജിയൻ്റെ ഡാറ്റാ ബുക്കിലുള്ള ഇക്വേഷൻ ആണ്. എല്ലാവരും ഡാറ്റാ ബുക്കിലെ ഇക്വേഷൻ തന്നെയാണ് നോക്കുക. ഓക്കെ, അപ്പോൾ 0.332 RE/0.5. അപ്പോൾ ഈ R ഏതാ എടുക്കേണ്ടത്, ഈ ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പർ. ഓക്കെ, സോ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 5 × 10⁵. പിന്നെ PR-ൻ്റെ വാല്യൂ ഓൾറെഡി അറിയാം. സോ എല്ലാവരും കാൽക്കുലേറ്ററിൽ ചെയ്തിട്ട് ഈ വാല്യൂ തന്നെയാണ് കിട്ടുന്നത് നോക്കുക. ഓക്കെ, അപ്പോൾ 208.27 ആണ് നസൽ നമ്പർ കിട്ടുക. ഇനി നസൽ നമ്പർ എന്താ, നസൽ നമ്പറിൽ നിന്ന് എച്ച് കാണണം അല്ലേ, എച്ച് കാണാനാണ് ചോദിച്ചത്, എച്ച് ബാർ കാണാനാണ് ചോദിച്ചത്, HX അല്ല. ഓക്കെ, എനിവേ നസൽ നമ്പറിൻ്റെ ജനറൽ ഇക്വേഷൻ HL/K ആണ്. ഇവിടെ L എന്ന് പറയുന്നത് X ആണ്, H എന്ന് പറയുന്നത് ലോക്കലാണ് അല്ലേ. ലോക്കൽ H ആണ് എടുക്കേണ്ടത്, ബിക്കോസ് ലോക്കൽ നസൽ നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ HX/K. അപ്പോൾ കെൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ, 0.0 അല്ലേ, 2826. ഓക്കെ, എക്സിൻ്റെ വാല്യൂ അറിയാം, NUൻ്റെ വാല്യൂ അറിയാം. എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് HX കിട്ടും അല്ലേ. സോ HX കിട്ടാൻ വേണ്ടിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ NU(X/K) / X കിട്ടും. NUൻ്റെ വാല്യൂ അറിയാം, കെൻ്റെ വാല്യൂ അറിയാം, എക്സിൻ്റെ വാല്യൂ, എല്ലാ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ HX കിട്ടും. ഇനി ഈ കിട്ടിയിരിക്കുന്ന HX ആരാണ്, ഈ കിട്ടിയിരിക്കുന്ന HX എന്തല്ല, ആവറേജ് അല്ല, ലോക്കലാണ്. ഇനി പ്ലേറ്റിൻ്റെ കേസിൽ അറിയാലോ ആവറേജ് കണ്ടുപിടിക്കുക എങ്ങനെയാണ്, ജസ്റ്റ് ട്വൈസ് എടുക്കുക അല്ലേ, ഡബിൾ എടുക്കുക. സോ ജസ്റ്റ് മൾട്ടിപ്ലൈ വിത്ത് 2, യു വിൽ ഗെറ്റ് ദി ആവറേജ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് ഫോർ ദി ലാമിനാർ റീജിയൻ. അതായത് X 0.6 അല്ലെങ്കിൽ 0.598 മീറ്ററിലുള്ള H ബാർ ആണ് ചോദിച്ചത്. അതാണ് പാർട്ട് എ. ഓക്കെ, പാർട്ട് എൻ്റെ ആൻസർ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി പാർട്ട് ബിയിലേക്ക് പോവാം. ഓക്കെ, സോ പാർട്ട് ബിയിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താണ്, ഫുൾ ലെന്തിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ ചോദിച്ചാൽ, അപ്പോൾ ഫുൾ ലെന്തിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ റെയ്നോൾഡ്സ് നമ്പർ വീണ്ടും കണ്ടുപിടിക്കണം. കാരണം ആ എൻഡിലെത്തുമ്പോൾ റെയ്നോൾഡ്സ് നമ്പർ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ആ റെയ്നോൾഡ്സ് നമ്പർ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ജനറൽ ഇക്വേഷൻ എടുക്കുക. എന്താണ്, VL/nu, V തന്നിട്ടുള്ള വെലോസിറ്റി ആണ്, L എന്ന് പറയുന്ന ഫുൾ ലെന്തിൻ്റെ ഇതെടുക്കണം, ലെന്ത് എടുക്കണം, അത് 2 ആണ്. ഓക്കെ, ന്യൂ അതിനൊന്നും വ്യത്യാസമില്ല. സോ അത് ചെയ്യുമ്പോൾ 1.67 × 10⁶ കിട്ടും. എല്ലാവരും കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുക കേട്ടോ. സോ ഈ വാല്യൂ ഉണ്ടല്ലോ, ഈ വാല്യൂ എന്താണ്, ടർബുലൻ്റ് ആണ്, അറിയാലോ, 5 × 10⁵ മുകളിലാണ്. സോ ഇറ്റ് ഈസ് ടർബുലൻ്റ് ഫ്ലോ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഡാറ്റാ ബുക്കിൽ ഡയറക്റ്റ് ടർബുലൻ്റ് ഫ്ലോയിൽ പോയിട്ടല്ല ചെയ്യേണ്ടത്. ടർബുലൻറ്റിൽ പല സെക്ഷൻ ഉണ്ട്. ഫുള്ളി ഡെവലപ്ഡ് ടർബുലൻ്റ് ഫ്ലോ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്, അവിടെ അല്ല ചെയ്യേണ്ടത്. ഓക്കെ, ഡാറ്റാ ബുക്കിൽ നിങ്ങൾ സെക്ഷൻ 1.5.2ലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് ഡാറ്റാ ബുക്കിൽ 1.4 ആയിരിക്കും ടർബുലൻ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇനി അതായത് ലാമിനാർ ടു ടർബുലൻ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട് ഡാറ്റാ ബുക്കിൽ. കാരണം ഈ ഫ്ലോ അങ്ങനെയാണ്, സ്റ്റാർട്ടിങ്ങിൽ ലാമിനാർ, കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ ടർബുലൻ്റ്, അങ്ങനെയാണ് പോകുന്നത്. സോ ലാമിനാർ ടു ടർബുലൻറ്റിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് ഡയറക്റ്റ് ആവറേജ് നസൽ നമ്പറിൻ്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ സെക്ഷൻ 1.5.2ൽ കാണും. PR/0.33 അല്ലേ, 0.037 REL/0.8 -871. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഡാറ്റാ ബുക്കിൽ നോക്കുക, എവിടെയുള്ളതെന്നുള്ള മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ നസൽ നമ്പർ, ആവറേജ് നസൽ നമ്പർ കാണാൻ. PR ഓൾറെഡി അറിയാം, പ്രാൻഡൽ നമ്പർ അറിയാം, റെയ്നോൾഡ്സ് നമ്പർ ഇപ്പോൾ കണ്ടുപിടിച്ച റെയ്നോൾഡ്സ് നമ്പറാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലാതെ കഴിഞ്ഞ കേസിൻ്റെ റെയ്നോൾഡ്സ് നമ്പർ അല്ല യൂസ് ചെയ്യേണ്ടത്. അതായത് 1.67 എന്നുള്ള ആ വാല്യൂ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതൊക്കെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.698 പ്രാൻഡിൽ നമ്പർ, REയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, സോ ഫൈനലി യു വിൽ ഗെറ്റ് ആവറേജ് നസൽ നമ്പർ ആസ് 2348.89 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടും. ഓക്കെ, ചെയ്ത് നോക്കുക എല്ലാവരും. ഇനി നസൽ നമ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ H ബാർ കാണാമല്ലോ, ഡയറക്റ്റ് HL/K അല്ലെങ്കിൽ നസൽ നമ്പർ, ആവറേജ് നസൽ നമ്പർ ഈക്വൽ ടു ആവറേജ് H × L/K അല്ലേ. അപ്പോൾ ഇതെന്തിനാണ് യൂസ് ചെയ്തത്, ഇത് യൂസ് ചെയ്ത് H ബാർ കാണാൻ വേണ്ടിയിട്ടാണ്. റൈറ്റ്, H ബാർ കണ്ടാലേ നമുക്ക് ഫൈനൽ Q കാണാൻ പറ്റത്തുള്ളൂ. സോ H ബാർ എന്ത് കിട്ടും, NU(L ബാർ) അല്ലേ, × K/L. സെയിം K, L2 മീറ്റർ യൂസ് ചെയ്യുക, NU(L ബാർ) എന്ന് പറയുന്നത് 2348 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും.
അപ്പോൾ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ബാർ നിങ്ങൾക്ക് 33.18 കിട്ടും. ഓക്കെ, നൗ ബിയിൽ ചോദിച്ചത് എച്ച് ബാർ അല്ല ക്യൂ ആണ് ചോദിച്ചത്. അപ്പോൾ ഒരു സ്റ്റെപ്പ് അഡീഷണൽ വരും. എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ ക്യൂ എന്ന് പറയുന്ന എച്ച് ബാർ എ ഇൻറ്റു ഡെൽറ്റ ടി ആണ്. അറിയാലോ, എച്ച് ബാറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി എ ഏരിയ എന്ന് പറയുമ്പോൾ ഫുൾ ലെന്ത് എടുക്കണം. ഫുൾ ലെന്ത് എന്ന് പറയുമ്പോൾ ഫുൾ ലെന്തിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ. ബ്രെഡ്ത്ത് ഓൾറെഡി തന്നിട്ടുണ്ട് 0.5 ആണ്. സോ 2 ഇൻറ്റു 0.5. പിന്നെ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഡെൽറ്റ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടി എസ് മൈനസ് ടി ഇൻഫിനിറ്റി ആണ്. ടി എസ് ഓൾറെഡി തന്നിട്ടുണ്ട് 80 ആണ്, ടി ഇൻഫിനിറ്റി 20 ആണ് അല്ലേ. സോ ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടി എസ് മൈനസ് ടി ഇൻഫിനിറ്റി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി യു വിൽ ഗെറ്റ് 1990.8 വാട്ട്. ഓക്കെ, നൗ ഇത് സ്കീമിലെ ആൻസർ എക്സാക്റ്റ് ഈ ആൻസർ അല്ല, ചെറിയ വേരിയേഷൻ ഉണ്ട്. ബട്ട് പാർട്ട് എൻ്റെ ആൻസർ കറക്റ്റാണ്. ഓക്കെ, യാ സോ പാർട്ട് ബിൻ്റെ മീൻസ് സ്കീമിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ചെയ്യുമ്പോഴും ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അതായത് സ്കീമിൽ ചിലപ്പോൾ 1900 ആയിരിക്കും ആൻസർ, നിങ്ങൾക്ക് ചിലപ്പോൾ 1990 കിട്ടും, അല്ലെങ്കിൽ 1200 കിട്ടും. അതൊന്നും വിഷയമല്ല, സ്റ്റെപ്പ് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, എല്ലാ സ്റ്റെപ്പും ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കണം. സ്കീമിലുള്ള അതേ സ്റ്റെപ്പ് തന്നെ നിങ്ങൾക്ക് വന്നിരിക്കണം. ഓക്കെ, ഫൈനൽ ആൻസർ ചെറിയ വേരിയേഷൻ പ്ലസ് ഓർ മൈനസ് 100 ഒന്നും വലിയ വിഷയമല്ല. ഓക്കെ, യാ എല്ലാവരും ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ.